Hi everyone, this is Abin from Evika. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 4 കാര്യങ്ങളാണ്. അതും 4 ഇമ്പോർട്ടൻ്റ് ആയ 4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വാൾപേപ്പേഴ്സ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ ഐഫോണിൽ വരുന്ന സ്ക്രീനിൻ്റെ ഇഷ്യൂ ആണ്. മൂന്നാമത്തെ കാര്യം നമ്മുടെ ആപ്പിളിൻ്റെ കുറച്ച് അപ്ഡേറ്റിൻ്റെ ന്യൂസുകളാണ്. നാലാമത്താണ് iOS 16.2 ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം എൻ്റെ 1 വീക്ക് ഒരു റിവ്യൂ അല്ലെങ്കിൽ 1 വീക്ക് യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ പറഞ്ഞ വാൾപേപ്പറിൻ്റെ ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു വാൾപേപ്പർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ കുറച്ച് ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ട് കാണിച്ചുതരാം. ഇപ്പോൾ ഈ ഒരു വാൾപേപ്പർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു പംകിൻ, ഒരു ഹാലോവിൻ പംകിൻ്റെ വാൾപേപ്പറാണ്. അത് നമ്മൾ ഹോം സ്ക്രീനിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പേരായിട്ടുള്ള ഒരു വാൾപേപ്പർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വേറൊരു വാൾപേപ്പർ എടുത്തു. ഇപ്പോൾ ഞാൻ ഈ ഒരു വാൾപേപ്പർ എടുത്തു. ഈ ഒരു വാൾപേപ്പർ ഞാൻ ലോക്ക് സ്ക്രീനിലിട്ടുണ്ട്. ഞാൻ ഹോം സ്ക്രീനിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പേരായിട്ടുള്ള ഒരു വാൾപേപ്പർ ലഭിച്ചിട്ടുണ്ട്. പിന്നീട് എനിക്ക് ഈ ഒരു വാൾപേപ്പറില്ല, ഒരു സ്പേസ് ക്രാഫ്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്പേസിൻ്റെ ഒരു വാൾപേപ്പർ വേണം. ഞാൻ അതെടുത്തു. ഞാൻ ഹോം സ്ക്രീനിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പേരായിട്ടുള്ള ഒരു വാൾപേപ്പർ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതേപോലുള്ള ഓരോ പേരായിട്ടുള്ള വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിക്കുമെന്ന് ചോദിച്ചാൽ ഒരു ഒറ്റ ഉത്തരം ഞാനിപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അത് നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലാണ്. ഈ ഒരു ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിരവധി കൂട്ടുകാർ ഇതേപോലുള്ള വാൾപേപ്പേഴ്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്വന്തമാക്കാനായിട്ട് സിമ്പിളായിട്ടൊരു കാര്യം ചെയ്താൽ മതി. നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തതിനാൽ ഇതേപോലുള്ള വാൾപേപ്പേഴ്സും പിന്നീട് കുറേയധികം ലീക്സും റൂമേഴ്സും ഡിസ്കഷൻസും എല്ലാത്തിലും നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ ഇതേപോലുള്ള അടിപൊളി വാൾപേപ്പേഴ്സ് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് വരികയും നിങ്ങൾക്കത് യൂസ് ചെയ്യാനും പറ്റുന്നതാണ്. നമ്മുടെ രണ്ടാമത്തെ കാര്യമാണ് ഈ പറയുന്ന സ്ക്രീനിൽ വരുന്ന ഇഷ്യൂ. കുറേയധികം കൂട്ടുകാർക്ക് നമ്മുടെ iOS 16.1 ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ പറയുന്ന ലോക്ക് സ്ക്രീനിൽ ഡിവൈസ് ബ്ലാക്ക് ഔട്ടായി പോകുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഈ പറഞ്ഞ ഡിസ്പ്ലേയിൽ ഫ്ലിക്കറിങ് വരുന്നുണ്ട്. അത് കുറേ കൂട്ടുകാർക്കൊന്നും നോട്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മുടെ ഈ പറയുന്ന പ്രോ സീരീസിലുള്ള പല ഡിവൈസുകളിലും ഈ ഒരു പ്രശ്നം ഇപ്പോൾ നോട്ടീസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേ പെട്ടെന്ന് ഡിമ്മാവുന്നു, പെട്ടെന്ന് ബ്രൈറ്റിലേക്ക് പോകുന്നു, ഡിമ്മാവുന്നു, ബ്രൈറ്റിലേക്ക് പോകുന്നു. അതേപോലെ ചില സമയത്ത് ഇങ്ങനെ ഫ്ലിക്കർ ചെയ്യുന്ന ആ ഒരു ഇഷ്യൂവും നമ്മുടെ ഈ പറഞ്ഞ പ്രോ സീരീസിൽ കുറച്ച് കൂട്ടുകാർ പറയുന്നുണ്ട്. ആ ഒരു സ്ക്രീനിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ അടുത്ത അപ്ഡേഷനിൽ ആപ്പിൾ അഡ്രസ്സ് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ അതൊരു വലിയൊരു പ്രശ്നത്തിലേക്കായിരിക്കും ആപ്പിളിൻ്റെ ഈ പറയുന്ന ഡിസ്പ്ലേ ഇഷ്യൂ മുമ്പോട്ട് പോകാൻ പോകുന്നത്. നമ്മുടെ അടുത്ത കാര്യമാണ് ആപ്പിളിലെ കുറച്ച് അപ്ഡേഷൻ്റെ കാര്യം. അപ്ഡേഷൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ കുറച്ച് ന്യൂസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഈ പറയുന്ന മാക് ലൈനപ്പിൽ ഈ ഒരു കൊല്ലം നമുക്ക് M2ൻ്റെ പ്രോയും അതേപോലെ തന്നെ അല്ലെങ്കിൽ M2 Pro, M2 Max എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ മാക്ബുക്കോ അല്ലെങ്കിൽ മാക്ബുക്ക് പ്രോയോ നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് ഇല്ല. ഈ ഒരു കൊല്ലത്തെ ഫുൾ പ്രോഡക്റ്റ് ലൈനപ്പും ആപ്പിൾ കഴിഞ്ഞ വട്ടം ഇറങ്ങിയ ഐപാഡോടെ നിർത്തിയിരിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ ന്യൂസ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന iPhone 15-ൽ ആപ്പിൾ എന്തായാലും ഒരു C-ടൈപ്പ് ചാർജറായിരിക്കും ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു iPhone 14 Pro എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന എല്ലാ കൂട്ടുകാരും അല്ലെങ്കിൽ പുതിയൊരു ഐഫോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന എല്ലാ കൂട്ടുകാരും ഒരു കൊല്ലം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന USB-C ആയിട്ട്, അതായത് യൂണിവേഴ്സൽ ചാർജിങ് പോർട്ടായിട്ടുള്ള ഐഫോൺ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് iPhone 14 Proയിലേക്ക് ജമ്പ് ചെയ്യാൻ പോകുന്ന എല്ലാ കൂട്ടുകാരോടുമാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. കാരണം ഈ ഒരു ലൈറ്റ്നിങ് പിന്നുകൊണ്ട് നമുക്ക് മാക്സിമം ഒരു 100 Mbps സ്പീഡിലുള്ള ഒരു ഡാറ്റ ട്രാൻസ്ഫറിങ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ USB-Cയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ ചാർജിങ് പോർട്ടും നമുക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ നല്ല രീതിക്കുള്ള ഒരു ട്രാൻസ്ഫറിങ് സ്പീഡ് നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നീട് നമ്മുടെ നാലാമത്തെ കാര്യമാണ് നമ്മുടെ iOS 16.2 ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഐഫോണിൽ അത്യാവശ്യം നല്ല തെർമൽ മാനേജ്മെൻറ്റ് ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ചില ബഗുകൾ നമ്മുടെ ഈ ഒരു iOS 16-ൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ഒന്നാമതാണ് ക്യാമറ ലോക്ക് സ്ക്രീനിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോക്ക് സ്ക്രീനിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അതായത്
നമ്മളിപ്പോൾ ലോക്ക് സ്ക്രീനിൽ നിന്ന് നമ്മുടെ ഈ പറയുന്ന ക്യാമറ ആക്സസ് ചെയ്തു. ക്യാമറ ആക്സസ് ചെയ്തതിനാൽ പിന്നെ ഞാൻ ഹോമിലേക്ക് പോകാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഹോമിലേക്ക് പോകാൻ പറ്റില്ല. എനിക്ക് ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പിന്നീട് ഡിവൈസ് ലോക്ക് ചെയ്യുക, എന്നിട്ട് ഞാൻ എൻ്റെ ഫോൺ അൺലോക്ക് ചെയ്ത് യൂസ് ചെയ്യുക. ഈ ഒരു ഓപ്ഷനിലാണ് ഇപ്പോൾ നമ്മുടെ iOS 16.2 റൺ ചെയ്യുന്നത്. ഇതൊരു ഓപ്ഷനല്ല, ഇതൊരു ബഗ്ഗാണ്. ഈ ഒരു ബഗ്ഗിലാണ് ഇപ്പോൾ നമ്മുടെ iOS 16.2 ആക്ച്വലി ഇപ്പോൾ ഓടുന്നത്. പിന്നീട് നമ്മുടെ ഈ പറയുന്ന ഡിവൈസ് ഞാൻ OS ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പെർഫോമൻസ് വയ്ക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റായുള്ള പെർഫോമൻസ് എനിക്ക് ഈ ഒരു അപ്ഡേഷനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. എനിക്ക് വലിയ ഇഷ്യൂസൊന്നും ഫാർ നൗ എനിക്ക് ഇത്രയും നാളായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ബാറ്ററിയുടെ ഇഷ്യൂ എന്ന് പറയുമ്പോൾ എനിക്ക് വലുതായിട്ടുള്ള ബാറ്ററി ഇഷ്യൂവും എനിക്ക് ഈ ഒരു അപ്ഡേഷനിൽ നിന്ന്, അതായത് ബെയ്റ്റിൽ നിന്ന് ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ലൊരു ബാറ്ററി ലോഗ് എനിക്ക് ഈ ഒരു iOS 16.2 ലഭിക്കുന്നുണ്ട്. എൻ്റെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് 4 മണിക്കൂറും 3 മിനിറ്റുമാണ്. സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറയുന്നത് 51 മിനിറ്റുമാണ്. അത്യാവശ്യം നല്ല രീതിയല്ല, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് എനിക്ക് ഈ ഒരു iOS 16.2 ബീറ്റ 1 ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിന്ന് സംസാരിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുള്ളായെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷൻസ് നിങ്ങളുടെ ഫോണിൽ വരികയും നിങ്ങളത് മറന്നു പോകാതെ കാണുകയും ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് ഇതേപോലുള്ള അടിപൊളി പെയർ ഓഫ് വാൾപേപ്പേഴ്സ് വേണമെങ്കിൽ നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ അടിപൊളി വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് നിങ്ങൾക്ക് മാറാം. അതോടൊപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. Go follow me in Instagram too. And thank you so much for watching this whole video. This is Xavier signing from Evika.